ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമ്മൂസ് വേൾഡ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇത് ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. ഇതെങ്ങനെ ചെയ്യാമെന്നാണ്. യൂസ് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ ഇതുപോലെ മെറ്റാലിക്കിൻ്റെ ഹെയർ ബാൻഡ് യൂസ് ചെയ്തിട്ടാണ്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 2mm ക്രോഷ്യോ ഹുക്കാണ്. 3 പ്ലൈസിൻ്റെ അക്രലിക് കോട്ടൺ യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം മാജിക് സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ചെയിന് ഫോം ചെയ്ത് സർക്കിളിനകത്ത് തന്നെ 6 സിംഗിൾ ക്രോച്ചറ്റാണ് ചെയ്യുന്നത്. ഇത്രയും ചെറിയ രീതിയിൽ ചെയ്യുന്നത് നമ്മളിത് ട്യൂബ് പോലെ ചെയ്തിട്ട് അതിനകത്താണ് നമ്മളിതിന് ബേസ് ആയിട്ടുള്ള മെറ്റാലിക് ഹെയർ ബാൻഡ് ഇറക്കിയിട്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ട്യൂബ് പോലെ ചെറുതായിട്ട് അതിൻ്റെ സൈസ് എത്രയാണ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വിട്ട് നല്ല കുറഞ്ഞിട്ടുള്ള ഹെയർ ബാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് റൗണ്ട് വേണ്ട മറ്റേ ട്യൂബിന്. 3+3 ചെയിനിൻ്റെ ആ ഒരു വിട്ടേ വരുള്ളൂ. അത് നമുക്ക് ചെയ്യുന്ന മുന്നേ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 ചെയിൻ ഇട്ടിട്ട് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്ന ഹെയർ ബാൻഡിനെ ഒന്ന് റൗണ്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് കവർ ചെയ്യണോ എന്നുണ്ടെങ്കിൽ അത്ര മതി. വിട്ട് കൂടിയതാകുമ്പോൾ നമ്മളിതിൽ ചെയിനിൻ്റെ എണ്ണവും കൂട്ടണം. ഓക്കെ, ഞാൻ 6 ചെയിന് എൻ്റെ ലെവലിലാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മാജിക് സർക്കിളിനകത്ത് 6 സിംഗിൾ ക്രോച്ചറ്റ് ഇട്ടതിന് ശേഷം ഫസ്റ്റ് ഫോം ചെയ്ത ചെയിനിനകത്ത് നമ്മളത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് മാജിക് സർക്കിൾ ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ 6 സിംഗിൾ ക്രോച്ചറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിൽ പിന്നെ നമ്മൾ ഒരു ചെയിൻ ഫോം ചെയ്ത് റൗണ്ട് ഫുള്ളായി ചെയ്ത് ഇങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങനെ ചെയ്യണമെന്നില്ല. ഈ 6 സിംഗിൾ ക്രോച്ചറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. അപ്പോൾ അതേ ഇതുപോലെ ഒരു ട്യൂബ് ലെവലിൽ ഇങ്ങനെ കിട്ടും. നമുക്ക് എത്ര ലെങ്ത് വേണം അത്ര ലെങ്ത്തിൽ ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ 1-2 റൗണ്ട് കുറച്ചൊരു ടൈറ്റ് പോലെ, ഒരുപാട് ടൈറ്റ് ചെയ്യാതെ സിംഗിൾ ക്രോച്ചറ്റ് ഇടുകയും വേണം. അല്ലെങ്കിൽ കൈക്ക് നല്ല വേദന വരും, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗറിന് പെയിന് വരും. ഇത്തിരി ലൂസ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് ഇതുപോലെ ട്യൂബ് പോലെ ചെയ്തെടുക്കുക. പെർഫെക്റ്റ് ആയിട്ടുള്ള ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ ഔട്ട്സൈഡ് കൂടെ മെഷർമെന്റ് ടാപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യുക. അത് 15 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്യൂബും ആ സെയിം ലെങ്ത്തിൽ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഈ ഹോളിലേക്ക് നമ്മൾ ഹെയർ ബാൻഡ് ഇതുപോലെ ഇറക്കി കൊടുക്കുക. അല്ല, എൻഡിൽ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്ത് തുടങ്ങിയ സ്റ്റാർട്ടിലേക്ക് അത് എത്തുന്ന രീതിയിൽ അത് ഒന്ന് ഉറപ്പിക്കണം. എവിടുന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു പോയിന്റിലേക്ക് വരെയായിട്ട് ടൈറ്റ് ചെയ്ത് ഇത് ഇറക്കി. പെർഫെക്റ്റ് സൈസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ആദ്യം തന്നെ നമ്മളൊന്ന് മെഷർ ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ട്യൂബ് ചെയ്ത് തുടങ്ങി ഒരു 1 to 2 സെന്റിമീറ്റർ ലെങ്ത് വരുമ്പോൾ തന്നെ ഹെയർ ബാൻഡ് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അതിനകത്തേക്ക് ഇത് കറക്റ്റായിട്ട് ഇറങ്ങോ ഇല്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് കൺഫേം ആക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് ഇതുപോലെ ഇപ്പോൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ലെങ്ത്തിലേക്ക് ത്രെഡ് എടുത്തിട്ട് കട്ട് ചെയ്യണം. അതിന് മുൻപ് ഇത് നമ്മൾ 6 സിംഗിൾ ക്രോച്ചറ്റാണ് ഇട്ടത്. അപ്പോൾ ഫേസ് ചെയ്തിട്ട് 1 1 2 2 അങ്ങനെ ഫേസ് ചെയ്തിട്ട് ഒരു 3 സിംഗിൾ ക്രോച്ചറ്റും കൂടെ ഇട്ടിട്ട് ഈ ഒരു ട്യൂബിന്റെ എൻഡ് ക്ലോസ് ചെയ്യുക. ഇതുപോലെ ഇത് ക്രോഷ്യോ നീഡിൽ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സൂയിങ് നീഡിൽ, നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന നീഡിൽലെസ് ആയിട്ടുള്ളത്, പോയിന്റ്ലെസ് ആയിട്ടുള്ള നീഡിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മാറ്റ് നീഡിൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ യോജിപ്പിച്ചു കൊടുക്കാം. ക്രോഷ്യോ നീഡിൽ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് ചെയ്ത് കഴിഞ്ഞ്
ഇത്തിരി ലെങ്ത്തിലേക്ക് ത്രെഡ് എടുത്തിട്ട് കട്ട് ചെയ്ത് ബാലൻസ് വരുന്ന ത്രെഡിനെ നമ്മൾ അകത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഹൈഡ് ചെയ്ത് വെക്കണം. കുറച്ചും കൂടി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്, അഴിഞ്ഞു പോരാതിരിക്കാനൊക്കെ ആയിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ക്രോഷോ നീഡിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിരിക്കുക മാറ്റ് നീഡിൽ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇത് ഇതുപോലെ ഇപ്പോൾ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. സൂയിങ് നീഡിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഹൈഡ് ചെയ്ത് വയ്ക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്കോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസും കൂടെയാണ് കേട്ടോ. ഇതുപോലെ നിറയെ ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഒത്തിരി ഇത് ചീത്തയായി പോകില്ല എന്നുള്ളതൊരു പ്ലസ് പോയിന്റ് ആണ്. എത്ര നാൾ കഴിഞ്ഞാലും വൂളൻ ത്രെഡിൻ്റെ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും മങ്ങുകയോ ചീത്തയാകുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്കും ഇതുപോലെ ഒരു ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് പോലെയൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതുപോലെ ഹെയർ അക്സസറീസിൻ്റെയും ഒക്കെ ഇതാകുമ്പോൾ ഒരു ബണ്ടിൽ ത്രെഡിന് നമുക്ക് ഒരു 10-12 ഹെയർ ബാൻഡിൻ്റെയൊക്കെ ബേസ് ചെയ്യാനും പറ്റും. നമ്മളിപ്പോൾ ഇത് സെക്യൂർ ചെയ്ത് കഴിഞ്ഞു. എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇത് ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡാർക്ക് പർപ്പിളിൽ ചെയ്തിട്ടുള്ള ഫ്ലവറും 2 ലീവ്സും വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട്. ഇതിനകത്ത് സ്റ്റോണോ ഇനി ബീഡ്സോ ക്രോഷോയുടെ തന്നെ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സോ ഏത് കളേഴ്സിൽ എങ്ങനെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാന്നുള്ളത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. നോർമൽ ലീവ്സ് ചെയ്തിട്ട് സെൻട്രൽ ഫ്ലവർ, ഈ ഫ്ലവർ ചെയ്യുന്ന വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഏത് തരം ഫ്ലവർ ആണെന്നുണ്ടെങ്കിലും അതല്ല ഇനിയിപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന എന്തെങ്കിലും അക്സസറീസ് ആണെങ്കിലും നമുക്കിതിൽ വെച്ച് കൊടുത്ത് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാം. പ്ലെയിൻ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ 2 സൈഡിൽ 2 ലീവ്സ് വെച്ച് സെൻട്രൽ ഫ്ലവർ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്. ഇനിയിപ്പോൾ ഒരു സൈഡ് മുതൽ മറ്റു സൈഡ് വരെ മുഴുവനായിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് ഫാബ്രിക് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഫ്ലവറോ ബോയോ ഒക്കെ ചെയ്തിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻസും ഒക്കെ ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം. കൂടുതൽ മനോഹരമായിട്ടുള്ള അക്സസറീസും ജ്വല്ലറിയും ഐറ്റംസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.